ഞാൻ ഇന്ന് ഗുരുവായൂർ പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. വണ്ടി വരാൻ അരമണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളോട് എൻ്റെ ഒരു സ്വന്തം കാര്യം തന്നെയാണ്, സ്വന്തം അനുഭവം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് മാറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു. എല്ലാവരും എന്നോട് സഹകരിക്കും, സ്നേഹവും തരും. എനിക്ക് നിങ്ങളുടെ സ്നേഹം നന്ദിയും മതി. എനിക്ക് ഇതൊരു സമയം പാസ്സാണ്. എനിക്കറിയാം എൻ്റെ അവതരണ രീതി ശരിയല്ല. എനിക്ക് എൻ്റെ ശബ്ദമൊക്കെ മാറിപ്പോയി, ഒരുപാട് മാറ്റമുണ്ട്. ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ആളുകൾ ചെയ്യുന്നതേ കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുള്ളൂ. എനിക്കായാലും എൻ്റെ കാര്യം എനിക്കറിയാം, നല്ലതായിട്ട് ഉള്ളതേ നമ്മൾ കാണുകയുള്ളൂ. പക്ഷേ എന്തോ ദൈവം എന്നോട് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ സംഭവിച്ചതെൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ മാത്രം എനിക്ക് നല്ല ഓർമ്മയില്ല. ഒരുപാട് ഓർമ്മ പിശകും എല്ലാം ഉണ്ട്. കണ്ണിന് കാഴ്ച കുറവ്, ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തു, പക്ഷേ അത് കണ്ണ് ശരിയായില്ല. അടുത്ത കണ്ണുകൂടെ ഓപ്പറേഷൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയാണ്. അത് ചെയ്യാൻ ഞാനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഒന്ന് ചെയ്തതിന് ഞാൻ വളരെ ബുദ്ധിമുട്ടി. പിന്നെ കാത് കേൾക്കാനും കുറച്ച് ബുദ്ധിമുട്ട്, ചെവിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. കണ്ണും കാതും എല്ലാം, ശബ്ദവും എല്ലാം. പൊതുവേ എനിക്ക് 73 വയസ്സായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ നല്ല സന്തോഷത്തോടെയും ആരോഗ്യത്തോടും ഇരിക്കുന്ന ആളുകൾ 80ഉം 90ഉം വയസ്സായാലും അവർക്ക് ഒരു മാറ്റവും ഇല്ല. ഇന്നും ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നുണ്ട്. 80ആയി 85ആയി എന്നൊക്കെ പറയുമ്പം പിന്നെ ഇത്രയെങ്കിലും ചെയ്യാൻ, ഇത്രയെങ്കിലും എഴിച്ച് നടക്കാൻ പറ്റുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. ശരി, നമുക്ക് കാര്യത്തിലോട്ട് പോവാം. ഞങ്ങൾ ജബൽപൂർ താമസിക്കുന്ന സമയത്ത് എനിക്ക് കാശിക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹം. ഞാൻ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ സമ്മതിച്ചു. ഞങ്ങളും ചേട്ടൻ്റെ മാമൻ്റെ മോനും ഭാര്യയും കൂടി ജബൽപൂരിൽ നിന്ന് വാരണാസിക്ക് പോകുന്ന ട്രെയിനിൽ കയറി. വാരണാസിയിൽ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്ത് ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരും കൂടി 2 ആട്ടോയിലായിട്ട് കാശിക്ക് പോയി. പണ്ട് പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കാശിയിൽ പോകുമ്പോൾ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഇളം തലമുറയ്ക്ക് താക്കോൽ കൈമാറിയിട്ടാണ് പോകുന്നതെന്ന്. ഒരു കണ്ടീഷൻ കൂടി വയ്ക്കും, തിരിച്ചു വന്നാൽ എനിക്ക്, അല്ലെങ്കിൽ നിനക്ക്. കേരളത്തിൽ നിന്ന് നടന്നാണ് കാശിക്ക് പോകുന്നത്. 10,000 കിലോമീറ്റർ ദൂരമെങ്കിലും കാണും, ഉദ്ദേശക്കണക്കാണ്. ഞങ്ങൾ രാവിലെയാണ് എത്തിയത്. ഒരു ഹോട്ടലിൽ പോയി 2 റൂം എടുത്ത് ഞങ്ങൾ കുളിച്ച് വസ്ത്രം മാറി രാവിലത്തെ ഭക്ഷണവും കഴിച്ച് പുറത്തിറങ്ങി. കാശിയിൽ വിശ്വനാഥ ക്ഷേത്രം കാണണം, പിന്നെ ഗംഗാനദിയിൽ കുളിക്കണം. ഇത്ര മാത്രമേ എനിക്ക് അറിവുള്ളൂ. ഞങ്ങൾ 2 റിക്ഷയിൽ കയറി വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി. എത്തിയ ഉടനെ ഒരു ഗൈഡ് ഞങ്ങളെ സമീപിച്ചു. ക്ഷേത്രം മുഴുവനും കൊണ്ടു നടന്ന് കാണിച്ച് ബലിതർപ്പണം ചെയ്യിപ്പിച്ച് ഭഗവാന് സ്വന്തം കൈകൊണ്ട് അഭിഷേകം ചെയ്ത് മാലയിട്ട് പേരും കുലവും പറഞ്ഞ് പൂജാരി അർച്ചന ചെയ്തു. ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് പുറത്തിറങ്ങി. എനിക്ക് പരിഭ്രാന്തിയും അതിശയവും ഭയവും. കാശിയിൽ പോയാൽ മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം. ആ ഭഗവാനെ തൊട്ടറിയ എന്ന് വച്ചാൽ സ്വർഗത്തിൽ ചെന്ന മാതിരിയായിരുന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭൂമിക്കടിയിലാണ്. ഒരു നിലവിളക്കിൻ്റെ ചെറിയ വെട്ടമേ അവിടെ ഉള്ളൂ. അവിടെ പൂജാരി മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വാതിലിൽ കുനിഞ്ഞ് കയറണം, അതുപോലെ കുനിഞ്ഞിറങ്ങണം. അങ്ങനെ മോക്ഷദായകനായ ഭഗവാനെ കണ്ടു. ഞങ്ങൾ സന്തോഷത്തോടെ ഗംഗാനദിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വെള്ളം കലങ്ങി മറിഞ്ഞു കിടക്കുന്നു. ദിവസവും ലക്ഷങ്ങൾ ഇറങ്ങി കുളിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കവിടെ കുളിക്കാൻ മനസ്സ് വന്നില്ല. കുറച്ച് ദൂരെ പോത്തുകളും എരുമയും കുളിപ്പിക്കുന്നത് കണ്ടു. അവിടെ ആരും കുളിക്കുന്നില്ല. കാരണം ആ ഭാഗത്ത് ഇറങ്ങി കുളിച്ചാൽ കുടുംബകലഹം ഉണ്ടാകും. കാരണം അവിടെ ശ്രീ പാർവതീ ദേവി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് നാരദ മുനി ചെന്ന് ഭഗവാൻ ഒരു രഹസ്യബന്ധമുള്ളത് അറിയിച്ചത്. ഉടനെ തന്നെ ദേവി ഭഗവാന്റെ അടുത്ത് ചെന്ന് വഴക്കുണ്ടാക്കി മക്കളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി. അതിനാലാണ് അവിടെ ആരും കുളിക്കാത്തത്. ഞങ്ങൾ ശങ്കിച്ച് നിൽക്കുകയാണ്. ഈ മലിനജലത്തിൽ എങ്ങനെ കുളിക്കും? ഗംഗയിൽ കുളിച്ചാൽ മോക്ഷം കിട്ടും. അപ്പോൾ ഗൈഡ് പറഞ്ഞു തന്നു, വള്ളത്തിൽ കയറി ഗംഗയുടെ അക്കരെ പോവുക. അവിടെ നല്ല ശുദ്ധമായ വെള്ളമാണ്. കുളിച്ചിട്ട് തിരിച്ചു വരിക. പറഞ്ഞ ഗൈഡ് അവിടെ തന്നെ നിന്നു. ഞങ്ങൾ വള്ളക്കാരനെ വിളിച്ചു. അവൻ വന്നു ഞങ്ങളെ കയറ്റി അക്കരെ കൊണ്ടുപോയി. ഗൈഡ് പറഞ്ഞത് സത്യമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കുളിച്ചു. ആണുങ്ങൾ 3 പേരും പെട്ടെന്ന് കുളിച്ചു കയറി. ഞങ്ങൾ 2 പേരും നല്ലവണ്ണം മുങ്ങിക്കുളിച്ചു. കുളിച്ചിട്ടും മതിയാകുന്നില്ല. മരിക്കുമ്പോൾ ഗംഗാജലം ആരും തന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കുടിക്കാം എന്ന് പറഞ്ഞാണ് മുങ്ങിക്കുളിച്ചത്. കണ്ണിലും മൂക്കിലും വായിലും യഥേഷ്ടം വെള്ളം കയറി. ഞങ്ങൾ വെള്ളത്തിൽ കയറി തിരിച്ചു വന്നു. ഇക്കരെ അടുത്തു. ഞങ്ങൾ വള്ളത്തിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു വൃത്ത സന്യാസിയെ പോലെ തോന്നുന്ന ഒരു മനുഷ്യൻ കുങ്കുമവും വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ നടക്കുകയാണ്. ആ മനുഷ്യൻ എന്നെ വിളിക്കുകയാണ്, തിലകം തൊട്ടിട്ട് പോ. ഗംഗയിൽ കുളിച്ചാൽ തിലകം തൊടണം. നിന്റെ നെറ്റിയിലെ തിലകം ഗംഗ കൊണ്ടുപോയി. എനിക്ക് തിലകം തൊട്ടു തന്നു. എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു ആ മനുഷ്യന് കൊടുക്കാൻ. ഇതൊന്നും അറിയാതെ ചേട്ടനും മറ്റുള്ളവരും മുന്നോട്ട് നടക്കുകയാണ്. ഞാൻ വിളിച്ചു ചേട്ടാ നിൽക്കെന്ന് പറഞ്ഞു. അവർ എല്ലാവരും തിരിഞ്ഞു നോക്കി. എനിക്കെന്ത് സംഭവിച്ചെന്നറിയാതെ അവർ പരിഭ്രമിക്കുകയാണ്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് 5 രൂപ കേട്ടിട്ട് ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ആ മനുഷ്യൻ പറയുകയാണ്, ഗംഗയിൽ കുളിച്ചിട്ട് വെറും നെറ്റിയിൽ പോകാൻ പാടില്ല, തിലകം തൊടണമെന്നും. എൻ്റെ നെറ്റിയിൽ തിലകം തൊട്ട് തന്നു. പൈസ ഒന്നും കൊടുക്കാനില്ല. ഉടനെ ചേട്ടൻ 5 രൂപ തന്നു. ഞാൻ വീണ്ടും ഓടിച്ചെന്ന് ആ മനുഷ്യന് 5 രൂപ കൊടുത്ത് സന്തോഷത്തോടെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വന്നു. ഗംഗാജലം ഒരു ചെമ്പ് ചെപ്പിൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. അടുത്തത് പിന്നെ പറയാം. കൂടുതൽ ആയാൽ നിങ്ങൾക്ക് ബോറടിക്കും. സസ്നേഹം, കണ്ണൻ എൻ്റെ അമ്മൂമ്മ. നിങ്ങൾ ഇത് കേൾക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ഭർത്താവ് മരിച്ചിട്ട് 20 വർഷം. ഒറ്റയ്ക്ക് ഉള്ള അലച്ചിൽ, ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, ബുദ്ധിയും ഓർമ്മയും എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ വന്നത്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.